എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിലെ പുത്രന്മാരാണ് നമ്മളെല്ലാവരും. പുത്രന്മാരും പുത്രികളും അമ്മമാരും അച്ഛന്മാരും വല്യച്ഛന്മാരും വല്യമ്മമാരും എല്ലാവരുമാണ്. നമ്മൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണ് താമസിക്കുന്നത്. നമ്മളുടെ ജനങ്ങൾ നമ്മളെല്ലാവരും ആരെയാണ് പ്രൈം മിനിസ്റ്ററായിട്ട് പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്? അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പീരീഡിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിനോടൊപ്പം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളണം. അതാണ് നമ്മുടെ കർത്തവ്യം ഒരു നല്ല സിറ്റിസൺ എന്ന നിലയിൽ. അദ്ദേഹം അപ്പോൾ ഒരു പാർട്ടിയുടെ പ്രധാനമന്ത്രി അല്ല, അദ്ദേഹം ഇന്ത്യയിലെ ഓരോ പൗരന്മാരുടെയും പ്രധാനമന്ത്രിയാണ്. അതാദ്യം എല്ലാവരും മനസ്സിലാക്കണം. അതിന് പകരം പ്രധാനമന്ത്രിയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് രണ്ട് വാക്ക് പറയുന്ന വ്യക്തികളെ അപമാനിക്കുകയും അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതല്ല ഒരു നല്ല കൾച്ചർ. കാര്യം ഇപ്പം മുഖ്യമന്ത്രി നമ്മുടെ സ്റ്റേറ്റിലെ നമ്മുടെ പ്രിയപ്പെട്ട പിണറായി വിജയനാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഇപ്പോൾ കഴിഞ്ഞ കാലയളവിൽ മുഴുവൻ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്തോളം അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അദ്ദേഹത്തിനെ റെസ്പെക്റ്റ് ചെയ്യുക, അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുക. തെറ്റുകുറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും, അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. അതിന് പകരം നമ്മുടെ മന്ത്രിമാരെ നമ്മൾ ചീത്ത പറയുന്നതല്ല അതിൻ്റെ ഒരു കാര്യം. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ വരുന്നതുകൊണ്ട് അടുത്ത ആളിനെ തിരഞ്ഞെടുക്കുക, ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കുക, അതല്ലേ ചെയ്യേണ്ട. അതിന് പകരം മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രിയെ ചീത്ത വിളിച്ചിട്ട് അപമാനിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിനോ യാതൊരു അർത്ഥവുമില്ല. നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം. കാര്യം നമ്മൾ തിരഞ്ഞെടുത്തവരാണ്. അപ്പോൾ നമ്മളെല്ലാം ഓരോ സിറ്റിസൺ എന്ന നിലയിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു അവരോടൊപ്പം മുന്നോട്ട് നീങ്ങേണ്ടതാണ്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിന് ആരെയും എടുക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ അവരുടെ പീരീഡ് കംപ്ലീറ്റ് ആവാതെ അവരെ ആരെയും നമുക്ക് കളയാൻ പറ്റില്ല. അപ്പോൾ അതിന് കൂടെ നിന്ന് മുന്നോട്ട് പോവുക ആണ് ചെയ്യേണ്ടത്. നമ്മുടെ സ്ഥിരം കാണുന്ന പരിപാടിയാണ് പ്രത്യേക മതക്കാർ, പ്രത്യേക പാർട്ടിയിൽപ്പെട്ട ആളുകൾ, ഇവരെല്ലാം നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അവരോട് ഇഷ്ടമില്ലാത്തവരെല്ലാം നമുക്കെതിരെയും കൂടെയാണ് ആക്രമണം നടത്തുന്നത്, ചീത്ത പറയുകയും അപമാനിക്കുകയും ചെയ്യുന്നത് തെറ്റായ നടപടിയാണ്. കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, നമ്മുടെ രാജ്യത്തിനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് എല്ലാവരുടെയും കർത്തവ്യം. സമാധാനവും സന്തോഷമായിട്ട് നമ്മുടെ രാജ്യത്ത് ജീവിക്കണം, കിടന്നുറങ്ങണം, ആഹാരം കഴിക്കണം, ബേസിക് നീഡ്സ് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ് ഇതെല്ലാം നമുക്ക് കിട്ടിയിരിക്കണം. ഇതെല്ലാം ഉൾപ്പെടെ നമ്മൾ രാജ്യത്ത് സമാധാനം സന്തോഷമായിട്ട് ജീവിച്ചു പോവുക. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ എവിടെയും ബോംബ് ബ്ലാസ്റ്റിങ്, തീവ്രവാദ ആക്രമണങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. വ്യക്തമായൊരു കാര്യം പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷം ഈ പറയുന്ന തീവ്രവാദി ആക്രമണങ്ങളോ ബോംബ് ബ്ലാസ്റ്റിങ്ങോ ഒന്നുമില്ല. എന്താണ് കാരണം? ഇപ്പോൾ എല്ലായിടത്തും ബോംബ് പൊട്ടുന്നില്ലല്ലോ. നേരത്തെ ഹൈദരാബാദിൽ ഞങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ജസ്റ്റ് 78 കിലോമീറ്റർ അവിടെ എത്രയാണ് ബോംബ് പൊട്ടി, എത്ര പേരാണ് മരിച്ചത്? അപ്പോൾ അത് ഈ ഇന്ത്യയിൽ എവിടെയും എല്ലാ സ്ഥലങ്ങളിലും ബോംബ് പൊട്ടിക്കൊണ്ടിരുന്ന അവസ്ഥ ഉണ്ടായിരുന്ന ഒരു കാലത്ത്. സമാധാനമായിട്ട് ഇന്ത്യയിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു കാലമുണ്ടായിരുന്നു. അതെല്ലാം മാറി. ഇന്ത്യ മൊത്തം സമാധാനപരമായിട്ടും വേൾഡിൽ നമ്മളുടെ പ്രധാനമന്ത്രിയുടെ വാക്ക് കേൾക്കുന്ന, അതിന് റെസ്പെക്റ്റ് കൊടുക്കുന്ന രാജ്യങ്ങളാണ് ഇപ്പോൾ മൊത്തം ഉള്ളത്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നുണ്ട്, ഉയർന്നിരിക്കുകയാണ്. നല്ല വിദ്യാഭ്യാസം നേടി ഇന്ത്യയിൽ ഓരോരോ സംസ്ഥാനങ്ങളിൽ നല്ല വിദ്യാഭ്യാസം നേടി വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിച്ച് അവർ വിദേശ രാജ്യങ്ങളിൽ നല്ല ഉയർന്ന ഉദ്യോഗത്തിന് കയറുന്നുണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഡെവലപ്മെൻറ്റിന് വേണ്ടി എല്ലാ സിറ്റിസണും വർക്ക് ചെയ്ത് അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഭരണമുകളിലിരിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്ത് അല്ലാതെ എതിരായിട്ട് പ്രവർത്തിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ രാജ്യം സന്തോഷമായും സമാധാനമായിട്ട് മുന്നോട്ട് പോകണം. അതിനാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ തലമുറകളും സന്തോഷമായിട്ട് ജീവിക്കേണ്ട രാജ്യമാണ് നമ്മൾ ജനിച്ചു വീണ നാടാണിത്. ആ നാടിൻ്റെ സമാധാനവും സന്തോഷമാണ് നമ്മൾ നോക്കേണ്ടത്. പ്രത്യേകിച്ച് അതിന് പകരം നമ്മുടെ പ്രധാനമന്ത്രിമാരെയും മറ്റുള്ളവരെയും ഒക്കെ ചീത്ത പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ തന്നെ ആലോചിക്കണം. കമ്പയർഡ് ടു ലാസ്റ്റ് സം ഇയേഴ്സ് ബാക്ക്
എങ്ങനെയായിരുന്നു രാജ്യത്തിൻ്റെ അവസ്ഥ, ഇപ്പോഴെങ്ങനെയാണ് രാജ്യത്തിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഡെവലപ്മെൻറ്റ് എന്തെല്ലാമുണ്ട്, എത്രത്തോളം നമ്മുടെ രാജ്യം വളർന്നു ഡെവലപ്മെൻറ്റായി, നമുക്ക് ഇതെല്ലാം ഫെസിലിറ്റിയാണ് കിട്ടുന്നത്. ഇതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കുക. ആലോചിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും മറ്റുള്ളവരെ ചീത്ത പറയുകയും എതിർക്കുകയും ചെയ്യേണ്ട കാര്യം. നന്ദി, നമസ്കാരം.